അറസ്റ്റിന് തൊട്ടുമുമ്പും പ്രതി അനന്തു ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ ന്യൂസ് മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് കമ്പനികളൊക്കെ ആയിട്ടുള്ള ഒത്തിരി വർക്കുകൾ തീർക്കേണ്ടത് എന്നതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിൽ കൂടി പോകേണ്ടി വരുന്നതുകൊണ്ടും ഞാൻ തന്നെ നേരിട്ട് പോയി സംസാരിക്കേണ്ടെന്ന ഞാൻ തന്നെ നേരിട്ട് പോയി ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ എനിക്ക് സ്വസ്ഥമായി ഓടുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് മറ്റൊരു സൈഡിൽ ഇത്തരം ഫണ്ടുകൾ സമാഹരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് ചെറുതും വലുതുമായ ആനുകൂല്യങ്ങളായിട്ടോ സേവനങ്ങളായിട്ടോ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമല്ല ഈ ഒരു കാര്യത്തിന് പരിഹാരം. പരാതികളോ അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇതിന് പരിഹാരം. ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക സമാഹരണം നടത്തി കാര്യങ്ങൾ നീക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് നിങ്ങൾ പകുതി തുക അടച്ച സാധനത്തിന് അതേ പകുതി മൂല്യം കൂടി ചേർത്തുകൊണ്ടുള്ളൊരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ വലിയ കഷ്ടപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള വിഹിതം അടച്ച് ഒരു വലിയ കാലതാമസം നിങ്ങളിപ്പോൾ കാത്തു നിന്നിട്ടുണ്ട്. ഒരു ചുരുങ്ങിയ സമയം കൂടി സഹകരിക്കുവാൻ എല്ലാ അപേക്ഷകരോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. തട്ടിപ്പിരായ അനന്തകൃഷ്ണൻ NGO ഉപദേശക സമിതിയിൽ പ്രമുഖരെയും ഉൾപ്പെടുത്തി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തി. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പോലുള്ളവരെ ഉപദേശക സമിതിയിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് പാവങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ഇദ്ദേഹം ശ്രമം നടത്തിയത് എന്ന കാര്യമാണിപ്പോൾ വെളിവാകുന്നത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? തീർച്ചയായും അദ്ദേഹം അടക്കമുള്ള പ്രമുഖരെ ഉപദേശക സമിതിയിൽ അടക്കം ചേർക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം വിവിധ രാഷ്ട്രീയ നേതാക്കൾ വഴിയാണ് പലയിടങ്ങളിലും ഈ ഒരു ആദ്യഘട്ടത്തിലുള്ള സ്കൂട്ടർ വിതരണവും മറ്റും നടത്തിയിരുന്നത്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ഒപ്പമുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ ഒപ്പമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പുള്ളി ഈ ഒരു പ്രചാരണം നടത്തുകയും ഫണ്ട് ശേഖരിക്കുകയും ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അടക്കം ഈ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ പോലും അദ്ദേഹം മറ്റ് കൂടുതൽ നടപടികളിലേക്ക് കടക്കും മുമ്പ് അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ട് പിരിവ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ബ്രോഷർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അതിൽ നിന്ന് ഒഴിവാകുകയാണ് എന്ന് അനന്തകൃഷ്ണനെ അറിയിക്കുകയും ഒഴിവാക്കുകയും ചെയ്യും. വളരെ കുറഞ്ഞ കാലം മാത്രമാണ് അദ്ദേഹം ഈ ഒരു ഉപദേശക സമിതിയുടെ ഭാഗമായി നിന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശമോ മറ്റോ നൽകിയിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായും ഈ വലിയ തട്ടിപ്പിന് കോപ്പ് കൂട്ടെന്നുള്ള ഒരു സൂചന ലഭിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ പണപ്പിരിവ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഇതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാകുന്നു. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു ഉപദേശക സമിതിയിൽ അല്ലെങ്കിൽ അതിന് സമ്മതം മൂലം അദ്ദേഹം മുന്നോട്ട് പോയത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ഈ പ്രധാനപ്പെട്ട ഈ IPS ഉദ്യോഗസ്ഥനായ ഋഷിരാജ് സിംഗ് അടക്കമുള്ളവർ ഇദ്ദേഹത്തിന്റെ പല പരിപാടികളിലെയും പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടും അത് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ആദ്യഘട്ടത്തിൽ കുറെ ആളുകൾക്ക് ഈ സ്കൂട്ടറും തയ്യൽ മെഷീനും അടക്കമുള്ളവ ഇയാൾ നൽകിയിട്ടുണ്ട്. ആ സമയത്ത് ഇത്തരത്തിലുള്ള പ്രമുഖരെ അടക്കം ഉൾപ്പെടുത്തിയാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ആളുകൾ ഇത് ഒരു സർക്കാർ പദ്ധതി എന്ന തരത്തിലേക്ക് പോലും തെറ്റിദ്ധരിക്കുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. ചില പദ്ധതികളുടെയൊക്കെ ആദ്യം PM എന്നുള്ള രണ്ട് ചുരുക്കവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അടക്കം ഈ പദ്ധതിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പോലും. ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ, താങ്കളെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അനന്തകൃഷ്ണൻ എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എപ്പോഴാണ് അനന്തകൃഷ്ണൻ താങ്കളെ സമീപിക്കുന്നത്? താങ്കൾക്ക് എപ്പോഴാണ് കുഴപ്പങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്? അനന്തകൃഷ്ണനെ എനിക്കറിയില്ല. അനന്തകൃഷ്ണൻ എന്നെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ സത്യസായി ട്രസ്റ്റിന്റെ അനന്തകുമാറിനെ എനിക്കറിയാം. അനന്തകുമാർ ആണ് എൻ്റെ അടുത്ത് ഉപദേശകനായിട്ടിരിക്കാവോ, സാറിന്റെ പേര് വെച്ചോട്ടെ സംഘടനയിൽ എന്ന് പറഞ്ഞു. ഈ ഫെഡറേഷന്റെ NGO ഫെഡറേഷന്റെ ഒരു സംഘടന ഉണ്ടാക്കുന്നുണ്ട്, അതിൽ സാറിന്റെ പേര് ഉപദേശകനായിട്ട് വെച്ചാൽ നമുക്ക് വലിയ കാര്യമായിരുന്നു, വലിയ എല്ലാവർക്കും സമ്മതനാണല്ലോ സാറെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. പക്ഷേ എൻ്റെ അടുത്ത് ഒരു ഉപദേശവും ഒരു സംഘടനയും ചോദിച്ചിട്ടില്ല, അനന്തകുമാറും ചോദിച്ചിട്ടില്ല. പല രണ്ട് മീറ്റിങ്ങിനെ പറ്റി ഞാൻ എറണാകുളത്ത് ഈ സംഘടനയുടെ പോയിട്ടുണ്ട്, ഈ ഫെഡറേഷന്റെ. പിന്നെ ഈ ജൂൺ ജൂലൈയിൽ ഇങ്ങനെ ഈ ഫണ്ട് പിരിക്കുന്നുണ്ട് ഏതോ സംഘടനയൊക്കെ
ലേഡീസിന് സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇത് തെറ്റായ നടപടിയാണെന്നും ഞാൻ ഇതിന് പിരിയുവാണെന്നും പറഞ്ഞ് അനന്തകുമാറിനെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു, എൻ്റെ പേര് എങ്ങും കാണിക്കരുത്, ഇനിമേലെ ഞാൻ നിങ്ങളുടെ അഡ്വൈസറായിട്ട് തുടരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉപദേശകൻ എന്നുള്ള റോളിൽ ഒരു ജോലി ചെയ്യാതെ ഞാൻ ഇരുന്നു. ഞാൻ ഉപദേശക സ്ഥാനം വിട്ടു ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് തോന്നിയപ്പം. അല്ല, ഇങ്ങനെ ഇവർ പിരിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റിസ്, അന്നേരം ആനന്ദകുമാർ എന്ത് മറുപടിയാണ് താങ്കളോട് പറഞ്ഞത്? സാറ് പിരിയാണെങ്കിൽ പിരിഞ്ഞോളാൻ പറഞ്ഞു. പക്ഷേ ഫണ്ട് പിരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു, അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനല്ല അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, ഞാനല്ല ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല വാസ്തവത്തിൽ ആരാ ചെയ്തതെന്നൊന്നും. ഈ ഫണ്ട് പിരിവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ കുഴപ്പങ്ങൾ മണത്തു അല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം അപ്പം തന്നെ എനിക്ക് അത് തെറ്റായ നടപടിയാണ്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാനിത് എന്നെ പേര് വെക്കരുത് തോന്നി. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു തട്ടിപ്പാണ് എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ജസ്റ്റിസ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത് അത്തരം വാർത്തകളാണ്. അതായത് പാവപ്പെട്ട മനുഷ്യർ അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം കൊണ്ട് കൊടുത്തിരിക്കുകയാണ്, അതാണ് ഇങ്ങനെ തട്ടിപ്പിനായി വിനിയോഗിച്ചിരിക്കുന്നത്. അവരെല്ലാം ബുക്ക് ചെയ്യും പോലീസ്, സംശയമില്ല. അതെല്ലാം വളരെ തെറ്റായ നടപടിയാണ്. അതിന് എല്ലാ നടപടി എടുക്കും പോലീസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാവപ്പെട്ട ആൾക്കാരുടെ പണം തിരിച്ചു കൊടുക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെ ആശിക്കുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ഞാനത് എനിക്കത് ഞാൻ പറഞ്ഞില്ല, ഉപദേശം എന്നുള്ളതിൽ എനിക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല. എന്നോട് ഉപദേശം ചോദിച്ചാൽ ഉപദേശം കൊടുക്കാനല്ലാതെ വേറൊന്നുമില്ല. നിയമകാര്യങ്ങളിൽ മാത്രം ഉപദേശം ചോദിക്കാൻ നോക്കുള്ളൂ. എല്ലാവരും എന്റെ അടുത്ത് ഉപദേശം ആരും ചോദിച്ചിട്ടില്ല, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ എന്നോട് എനിക്ക് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാത്തതുകൊണ്ട് പോലീസ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നു. നന്ദി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ആനന്ദകുമാറാണ് തന്നെ പരിചയപ്പെടുത്തിയത്, ആനന്ദകുമാറാണ് തന്നെ ഈ ഉപദേശകൻ ആകുവാൻ NGO ഉപദേശക സമിതിയിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെ ഉപദേശകനായി പോകാം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഫണ്ട് പിരിവ് അറിഞ്ഞതോടുകൂടി അദ്ദേഹം പിന്മാറുകയായിരുന്നു. ഇത് അറിഞ്ഞപാടെ തന്നെ ഇതിൽ നിന്ന് പിന്മാറുകയാണ്, ഇനി ഒരിക്കലും തന്നെ ചിത്രങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ആനന്ദകുമാറിനെ നേരിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു എന്നാണിപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തുന്നത്. CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലും പരാതികൾ വരുന്നുണ്ട്. 3 പരാതികൾ വടക്കാഞ്ചേരി പോലീസിന് കിട്ടി. 48 പേർക്ക് വടക്കാഞ്ചേരിയിൽ പണം നഷ്ടമായി എന്നാണ് പ്രാഥമിക നിഗമനം. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദിന്റെ നേതൃത്വത്തിൽ സീഡ് സൊസൈറ്റി രൂപീകരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. താനടക്കം വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നാണ് ബുഷറ റഷീദ് പറയുന്നത്. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ ആ പ്രദേശത്ത് നിന്ന് 7 പേരാണ് സ്കൂട്ടിക്ക് പൈസ അടച്ചിട്ടുള്ളത്. പക്ഷേ സീഡിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളായിട്ട് എണ്ണം എടുക്കുമ്പോൾ 48 പേരുടെ പൈസ അവരെ നേരിട്ടിട്ടുള്ള അക്കൗണ്ടിലേക്ക് അവരെ സർക്കുലർ പ്രകാരം വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്ന ആ സർക്കുലറിലെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുത്ത ആളുകളുണ്ട്. അതിൽ ഞാനും ഇരയാണ്. എനിക്കും ഒരു സ്കൂട്ടറിന് വേണ്ടിയിട്ട് ഞാൻ പൈസ അടച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായിട്ടുള്ളത്. ലെവിൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ബുഷറ റഷീദ് പറയുന്നത് അവർ പോലും ഇരയാക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ സാധാരണക്കാർ എത്രത്തോളം ഈ തട്ടിപ്പിൽ പെട്ടു എന്നുള്ള കാര്യം ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. തൃശ്ശൂരിൽ നിന്ന് എത്ര പരാതികളാണ് വന്നിരിക്കുന്നത്? ഒരു ഏകദേശ നിഗമനം എന്താണ്? തൃശ്ശൂർ ജില്ലയിൽ എത്ര പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്? ലക്ഷ്മി, തൃശ്ശൂർ ജില്ലയിലെ കണക്കുകൾ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ലഭ്യമായ പരാതികളിൽ നിന്നും പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ നിന്നുമായി ഏകദേശം
1.5 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിൽ വിവിധ സ്ഥലങ്ങളിലായി നടന്നു എന്നുള്ളതാണ് ഇതിനോടകം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. നിലവിൽ കേസെടുത്തിരിക്കുന്നത്, ആദ്യ കേസ് തൃശ്ശൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്തിക്കാട് പോലീസ് സ്റ്റേഷന് കീഴിലാണ്. അവിടെ നിന്നുള്ള ഒരു പരാതിക്കാരിയുടെ റിട്ടേൺ കംപ്ലൈൻറ്റ് കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള 3 ആളുകളാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ബുഷ്ര റഷീദ് അടക്കം, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അടക്കം തട്ടിപ്പിനിരയായതായി കാട്ടി പരാതി നൽകിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, അതേപോലെ തന്നെ തൃശ്ശൂർ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലായി ഇനിയും പരാതികളുണ്ട്. ഗുരുവായൂർ അടക്കമുള്ള പ്രദേശങ്ങളിലായി പരാതിക്കാർ മുന്നോട്ട് വരികയാണ്. പക്ഷേ ഈ തട്ടിപ്പിൻ്റെ ആഴവും പരപ്പും മനസ്സിലായി തുടങ്ങിയതിന് ശേഷമാണ് പലരും ചതിക്കപ്പെട്ടതായും വഞ്ചിക്കപ്പെട്ടതായും മനസ്സിലാക്കുന്നത്, പരാതി കൊടുക്കുന്നതിനായി സ്റ്റേഷനുകളിലേക്കും മറ്റും എത്തുന്നത്. ഇപ്പോൾ വടക്കാഞ്ചേരിയിലുള്ള ഒരു പരാതി എന്നുള്ളത് 48-ൽ പരം സ്ത്രീകളെ ഇത്തരത്തിൽ സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും ഒക്കെ വാങ്ങാൻ സഹായിക്കാമെന്നുള്ള, പകുതി വിലയ്ക്ക് വാങ്ങാൻ സഹായിക്കാമെന്നുള്ള ഒരു വാക്ക് നൽകി വഞ്ചിച്ചു എന്നുള്ളതാണ്. സാമ്പത്തികമായി പലരിൽ നിന്നും ചെറുതും വലുതുമായ തുകകൾ ഈടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നും പരാതിയിൽ ഉയർന്നിട്ടുണ്ട്. നിലവിൽ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറായ ബുഷ്ര റഷീദിനെതിരെയാണ് ഇപ്പോൾ പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നിൽ രാഷ്ട്രീയം കൂടിയുണ്ട്. ഒരു വശത്ത് കോൺഗ്രസ് കൗൺസിലറും നേതാവുമൊക്കെ ആയിട്ടുള്ള ഈ ബുഷ്രയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു വിഭാഗം പരാതിയും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇവർക്കെതിരെ പോസ്റ്റർ പ്രചാരണം, ഇവരുടെ ഇടപാടുകൾ സംബന്ധിച്ചും സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുമൊക്കെ അന്വേഷണം നടത്തണമെന്നുള്ളൊരു ആവശ്യം വിവിധ ജില്ലകളിൽ നിന്ന് പരാതികൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിലെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കിയിൽ മാത്രം ലഭിച്ചത് 813 പരാതികളാണ്. 22 കേസ് രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കൂടുതൽ പരാതികൾ തൊടുപുഴയിലും കരിമണ്ണൂരിലുമാണ്. ഡിസംബറിൽ സ്കൂട്ടർ ലഭിച്ചില്ലെന്ന പരാതിയുമായി ആളുകൾ അനന്തുവിന്റെ വീട്ടിലെത്തി. ഓരോ ദിവസം മാറി ഇത്രയും ദിവസം മാറ്റം ഓരോ ദിവസം വണ്ടി കൊടുക്കാൻ സാധിക്കും. പറയുന്നത് ഞങ്ങൾ ഏപ്രിലിൽ കൊടുത്ത ആൾക്കാരെ ഏപ്രിൽ പൈസ ഞങ്ങൾ ആ പറഞ്ഞ എങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് പിന്നെ ആരോട് പോയി ചോദിക്കും. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ഇടുക്കിയിൽ എത്രത്തോളം ആളുകൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള കണക്കാണിപ്പോൾ പുറത്തു വരുന്നത്? ലക്ഷ്മി, നമുക്കറിയാവുന്നതുപോലെ ഈ അനന്തുവിൻ്റെ സ്വന്തം ജില്ല കൂടിയാണ് ഇടുക്കി. ഇടുക്കിയിലെ ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യാപ്തി വലിയ തോതിൽ കൂടുകയാണ്. 813 കേസുകൾ, പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് SP നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ 22 പേരുടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 813 പരാതി ലഭിച്ചതിൽ ഈ 22 പേരുടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 26 കോടി രൂപയോളം ഇതിൽ കണക്ക് വരുമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 26 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനിയും പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം തൊടുപുഴയിൽ നിരവധി ആൾക്കാരാണ് പരാതിയുമായി വന്നിട്ടുള്ളത്. ഈ ദിവസങ്ങളിലൊക്കെയും ഈ സംഭവം അറിഞ്ഞു കേട്ട് പലയിടങ്ങളിൽ നിന്നും പല സ്റ്റേഷനുകളിലും പരാതി പ്രവാഹമാണ് ഉള്ളത്. അതിൽ പ്രധാനം കരിമണ്ണൂരും തൊടുപുഴയുമാണ്. അതിൽ കൂടാതെ ഹൈറേഞ്ച് മേഖലയിലും വലിയ തോതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. നെടുങ്കണ്ടം, കമ്പംമെട്ട്, മറയൂർ, കാന്തല്ലൂർ തുടങ്ങിയ മേഖലകളിലും അടിമാലി പോലീസ് സ്റ്റേഷനിലുമൊക്കെയും പരാതികളുടെ പ്രളയമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെയും പോലീസ് കൃത്യമായി പരിശോധിച്ചുകൊണ്ട്, ഇതിൽ കൃത്യമായി പരാതികൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് കേസ് ഏതിനൊക്കെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള തരത്തിൽ പോലീസ് അന്വേഷിക്കുകയാണ്. കാര്യം എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്യുക പോലീസിനെ കൊണ്ട് പ്രായോഗികമായ നടപടിയല്ല. ഇപ്പോൾ തന്നെ 813 പരാതികൾ വന്നിട്ടുണ്ട്. അതിൽ പലതും മാസ് പെറ്റീഷനുകളാണ്. പലരും നിരവധി ആളുകൾ കൂടി ചേർന്ന് തട്ടിപ്പിനിരയായി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. അത്തരം കേസുകൾ ഒരു കേസായി കണക്കുകൂട്ടിയും മറ്റു കേസുകൾ മറ്റൊരു കേസായി കണക്കുകൂട്ടിയും ഒക്കെയാണ് പോലീസ് ഇപ്പോൾ ഈ FIR പോലും രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് തന്നെ പോലീസിന് വലിയ തലവേദനയാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വലിയ തട്ടിപ്പാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിനിടെയാണ് ഈ കഴിഞ്ഞ ഡിസംബർ മാസം അവസാനം അനന്തുകൃഷ്ണന്റെ വീട്ടിൽ വാഹനം ലഭിക്കാതെ വന്നപ്പോൾ കുറച്ച് ആളുകൾ എത്തി വീട്ടിൽ അവിടെ ചെന്ന് അനന്തുകൃഷ്ണന്റെ കുടുംബവുമായി തർക്കിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ കുടുംബം അനുനയിപ്പിച്ചു വിടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വണ്ടി ലഭിക്കുമെന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത്. കൂടുതലും സ്കൂട്ടറും ലാപ്ടോപ്പും നൽകി അല്ലെങ്കിൽ അതിനുള്ള വാഗ്ദാനത്തിൽ പണം വാങ്ങി തട്ടിപ്പ് നടത്തി എന്നുള്ള
എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പരാതിക്കാർ ഏറെയും അങ്ങനെയുള്ളവരാണ് വന്നിട്ടുള്ളത്. കൂടുതലും പേരും സ്കൂട്ടർ ലഭിക്കുമെന്ന് കണക്കുകൂട്ടലിൽ 60,000 രൂപ അടച്ചവരാണ് അധികവും ഉള്ളത്. ഒരു കുടുംബത്തിൽ തന്നെ 4-5 ആളുകളൊക്കെ അത്തരം സ്കൂട്ടറിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുണ്ട്. അവരൊക്കെയും പറഞ്ഞിരുന്നത് സെപ്റ്റംബറിൽ വാഹനത്തിൽ പണം കൊടുത്തതാണ്. സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ പണം അടച്ചു. അതിനുശേഷം ജൂൺ ജൂലൈയോടുകൂടി ഈ സ്കൂട്ടർ ലഭിക്കുമെന്നാണ് നേരത്തെ അനന്തകൃഷ്ണൻ്റെ സീഡ് സൊസൈറ്റി പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസം വന്നപ്പോൾ അവർ ഡിസംബറിൽ വന്ന് ഈ ചോദിക്കുകയാണ്. വീട്ടിൽ അവർ നിസ്സഹായരായി വന്ന് ചോദിക്കുകയാണ്. തങ്ങളുടെ പണം മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അവർ തന്നെ പറയുന്നുണ്ട് ആകെ 20-25 പേർ മാത്രമാണ് ആ വീട്ടിലെത്തിയതെങ്കിൽ അവർ തന്നെ പറയുന്നുണ്ട് 400 പേരടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പുള്ള ഒരു ടീമാണ് ഞങ്ങൾ. അതിൽ നിന്ന് ഇത്രയും പേർ മാത്രമാണ് ഇപ്പോൾ ഇത് ഗതികെട്ടുകൊണ്ട് ചോദിക്കുകയാണെന്നുള്ള കാര്യത്തിലാണ് അനന്തകൃഷ്ണൻ്റെ കുടുംബത്തോട് ഈ സംഭവം പറയുന്നത്. അനന്തകൃഷ്ണൻ്റെ കുടുംബം അവിടെ നിന്ന് അവരെ മടക്കി അയക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എത്രയും വേഗം അവരുടെ വാഹനം ലഭിക്കുമെന്ന് പറഞ്ഞയക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോഴും കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ അനന്തകൃഷ്ണനെ ഹാജരാക്കുന്നത് അവിടെയാണ്. ആൽവിൻ തോമസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഇടുക്കിയിൽ നിന്നുള്ള. കണ്ണൂരിൽ വാഹനങ്ങൾക്കായുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ ഡിജിറ്റൽ ഗ്രാമം എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ തയ്യാറാക്കി. സീഡിന് പുറമെ മറ്റ് കമ്പനികളും അതിന്റെ ഭാഗമായിട്ടുണ്ടെന്ന വിവരവും പുറത്തുവരുന്നു. ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്ന കമ്പനിക്കും പദ്ധതിയിൽ പങ്കുണ്ട്. വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതോടെ പല പ്രൊമോട്ടർമാരും പിന്മാറി. അതിനിടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൂടി കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും ചേരുന്നത്. നിഖിൽ, ഈ തട്ടിപ്പിന് ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ രൂപമാണ്, ഭാവമാണ്. കണ്ണൂരിൽ ഏത് തരത്തിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്? പാവങ്ങളെ വലയിലാക്കാൻ എന്തൊക്കെ വിദ്യകളാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്? സർക്കാരിന്റെ പേരിൽ അങ്ങനെ ഒരു സർക്കാരിൻ്റെതാണ് എന്നൊരു ധാരണ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. പിന്നീട് നേരിട്ട് പണം കൈപ്പറ്റുന്നതും കഴിഞ്ഞ് ഡിജിറ്റൽ ഗ്രാമം എന്ന ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് പ്രത്യേക ആപ്പുകൾ വഴി പണം നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനം വരെ കണ്ണൂരിൽ ഈ തട്ടിപ്പ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരാതി പറഞ്ഞിരിക്കുന്നത് സീഡ് സൊസൈറ്റിക്കെതിരെയാണ്. എന്നാൽ ഈ സീഡ് സൊസൈറ്റി മാത്രമല്ല, ഇതിനൊപ്പം ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയായി മറ്റ് സ്ഥാപനങ്ങൾ കൂടി ഈ തട്ടിപ്പിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്ന ഒരു കമ്പനി കണ്ണൂർ എടക്കാട് സീഡിന്റെ കൂടെ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിലേക്കാണ് ഈ എടക്കാട് സീഡിന് കീഴിൽ മൊബൈൽ ഫോൺ പകുതി വിലയ്ക്ക് ലഭിക്കുമെന്ന പരസ്യം കണ്ട ആളുകൾ ഇത്തരത്തിൽ പണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ പണം നൽകുന്നതിനായുള്ള പ്രത്യേക ലിങ്കുകൾ ഉൾപ്പെടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഷെയർ ചെയ്യുകയായിരുന്നു. ഈ കമ്പനി 2024 മെയ് 2-ന് കൊച്ചി സ്പെഷ്യൽ എക്കണോമിക് സോൺ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുമുണ്ട്. അത്തരത്തിലാണ് ഈ ഓൺലൈൻ സാങ്കേതിക വിദ്യകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ ഈ തട്ടിപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരം നമുക്ക് അറിയുന്നത്, ഇന്നലെ വരെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നടപടികളിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നലെ ചക്കരക്കല്ലിൽ രജിസ്റ്റർ ചെയ്തതിന് പുറമെ ഇന്ന് വളപട്ടണം പോലീസ് സ്റ്റേഷനിലും ഒരു FIR കൂടി രജിസ്റ്റർ ചെയ്തതായുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ പരാതികളെല്ലാം തന്നെ ശരി. നിഖിൽ കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അറസ്റ്റിന് ശേഷമുള്ള അനന്തകൃഷ്ണന്റെ ആദ്യ പ്രതികരണം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു പ്രതികരണം. സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തുവരുമെന്നും അനന്തകൃഷ്ണൻ പറയുന്നു. ഈ തട്ടിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആർക്കെങ്കിലും പങ്കുണ്ടോ? സന്നദ്ധ സംഘടനകളിലൂടെ ചെയ്ത പ്രോജക്റ്റാണ്. സത്യം പുറത്തു വരും, കേസ് അന്വേഷണം നടക്കട്ടെ. സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് എന്നാണ് അനന്തകൃഷ്ണൻ പറയുന്നത്. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി ആർക്കെങ്കിലും പങ്കുണ്ടോ? സന്നദ്ധ സംഘടനകളിലൂടെ ചെയ്ത പ്രോജക്റ്റാണ്. സത്യം പുറത്തു വരും, കേസ് അന്വേഷണം നടക്കട്ടെ. സത്യം പുറത്തുവരും, കേസ് അന്വേഷണം നടക്കട്ടെ എന്ന് അനന്തകൃഷ്ണൻ പറയുകയാണ്. സന്നദ്ധ സംഘടനകളെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അനന്തകൃഷ്ണൻ. ആ പ്രതികരണം വീണ്ടും കാണാം. സന്നദ്ധ സംഘടനകളിലൂടെ ചെയ്ത പ്രോജക്റ്റാണ്. സത്യം പുറത്തു വരും, കേസ് അന്വേഷണം നടക്കട്ടെ.
സന്നദ്ധ സംഘടനകളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു അനന്തുകൃഷ്ണൻ. സത്യം പുറത്തുവരും എന്നാണ് അനന്തുകൃഷ്ണൻ പറയുന്നത്. കേസ് അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തുവരും, സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, അനന്തുകൃഷ്ണന്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. സന്നദ്ധ സംഘടനകളെയാണ് അനന്തുകൃഷ്ണൻ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്, അല്ലേ?